പല പേര് പറയും, ചിക്കിയിടുക, ഇളക്കിയിടുക എന്നൊക്കെ. എന്തൊക്കെ തന്നെയാണെങ്കിലും എല്ലാ സൈഡിലും വെയിൽ കൊള്ളണം. അതിനുവേണ്ടി ഇതിനെ ഇങ്ങനെ തിരിച്ചും മറിച്ചു വിടണം. അതാണ് സംഭവം. ഇതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറിച്ചെടുത്ത കുരുമുളക്. അതും ഒരു ചെടിയെന്ന് പറിച്ചതാണ് ഇത്രയും കുരുമുളക്. ഇങ്ങനെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നമുക്ക് പറിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ആ ചെടിയെ മെയിൻറ്റെയിൻ ചെയ്ത് എന്താണെന്ന് മനസ്സിലായില്ലേ? ചില്ലറ കഷ്ടപ്പാടല്ല നമ്മൾ ആ ചെടിയെ ഇങ്ങനെ നേരെ നിർത്താൻ വേണ്ടി എടുത്തത്. എത്ര കഷ്ടപ്പെട്ടാന്നറിയാവോ നമ്മുടെ ഈ കുരുമുളക് ചെടിയെ ഈ പരുവത്തിൽ നിർത്തിയിരിക്കുന്നത്? കാരണം മറ്റൊന്നുമല്ല, ഇതിന് താങ്ങ് കൊടുത്തിരുന്ന ഈ മരം ഒടിഞ്ഞുപോയി. മരം മുഴുവനായിട്ടില്ലായിരുന്നു. നമ്മൾ അതിൻ്റെ മുകളിൽ വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്ന പോർഷനിൽ നമ്മൾ ഈ കുരുമുളക് ചെടിയെ കയറ്റി വിട്ടിരിക്കുകയായിരുന്നു. മുൻവശത്തെ മുറ്റത്തിൻ്റെ ഇങ്ങേ കോണിൽ നല്ല വെയിലുള്ള സ്ഥലത്താണ് ഇവൻ നിൽക്കുന്നത്. അതാണ് ഇവൻ ഇത്രയും കായ്ക്കാനുള്ള കാരണം. പിന്നെ നമ്മൾ ചാണകപ്പൊടിയും വെള്ളവും ഒക്കെ സമയാസമയം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മൂത്ത സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ഇത്രയൊക്കെ വളം ചെയ്യുമ്പം അവൻ നമുക്ക് ഇങ്ങോട്ട് കായ്കളായിട്ടും തരുന്നുണ്ട്. മണ്ടയില്ലാത്ത മരമല്ലേ, കാലക്രമേണ മരത്തിൻ്റെ ചുവടങ്ങോട്ട് ദ്രവിച്ചു. ഇതാണ് നല്ല കായുള്ള സാധനം. നിറച്ച് നമുക്ക് കാ തരികയും ചെയ്യും, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കും. അതുകൊണ്ടല്ലേ നല്ല വില കൊടുത്ത് നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്തത്. വീട്ടിലേക്ക് ആവശ്യമുള്ള സകല കുരുമുളക് നമ്മൾക്ക് പൊടിയായിട്ടും കായായിട്ടും ഒക്കെ എടുക്കുന്നത് നമ്മൾ ഇവിടുന്ന് തന്നെയാണ്. എത്തുന്ന ദൂരത്ത് പറിക്കാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ നിലത്ത് നിന്നുകൊണ്ട് തന്നെ പറിക്കുക. അത് തന്നെ കുറേ ഏറെയുണ്ട് കേട്ടോ. ഇത് പഴുത്ത് നല്ലൊരു പരുവാകുമ്പോഴേ കിളികൾ വന്ന് അത് മുഴുവൻ കൊത്തിക്കൊണ്ട് പോകും. കൂടെ നമ്മുടെ അണ്ണന്മാരും കൂടും. ഇപ്പം നമ്മൾ പറിച്ചെടുത്താണ് ഇത്രയും. അങ്ങ് മുകളിലോട്ടുള്ളതൊക്കെ ചേട്ടൻ തന്നെയാണ് പറിക്കൽ. ഏണിയെ കയറി. ഇതാണേ നമുക്ക് 100 മീന് തരുന്ന നമ്മുടെ സുന്ദരം കുരുമുളക് ചെടി. ഇവന് പ്രായം നല്ലതുപോലെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇത് മൂത്തതിന് ശേഷം എല്ലാം കൂടെ പറിച്ച് വെയിലത്തിട്ടുണങ്ങി ടപ്പലടച്ചു വയ്ക്കും. ആവശ്യമനുസരിച്ചാണ് നമ്മളത് പൊടിച്ചെടുക്കുകയും നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യും.